അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഓക്കെ, ഇനി നമ്മൾ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി നോക്കാം അല്ലേ. യൂണിസെഫ് പറയുന്നത് പോവർട്ടി, അതായത് ദാരിദ്ര്യം, പിന്നെ കൾച്ചറൽ പ്രാക്ടീസസ് ഹാസ് റോൾ ഇൻ ഇനീക്വാളിറ്റി ഇൻ ഇന്ത്യ അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ചില സാംസ്കാരികമായിട്ടുള്ള രീതികളും ദാരിദ്ര്യമൊക്കെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ ഇനീക്വാളിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, അസമത്വം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ലാക്ക് ഓഫ് സാനിറ്റേഷൻ, അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വിദ്യാഭ്യാസ മേഖലയിൽ അസമത്വം ഉണ്ടാവാൻ കാരണം, അതായത് പുരുഷന്മാർ കുറച്ചധികം പഠിക്കുന്നു, സ്ത്രീകൾ പഠിക്കാതിരിക്കുന്നു എന്നതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് കൾച്ചറൽ പ്രാക്ടീസസ്, പോവർട്ടി. പിന്നെ ലാക്ക് ഓഫ് സാനിറ്റേഷൻ, പലപ്പോഴും സ്ത്രീകൾക്ക് വൃത്തി വളരെ പ്രധാനമാണ്, ശുചിത്വമൊന്നും ഇല്ലാത്ത അവസ്ഥ. നോ സെപ്പറേറ്റ് ടോയ്ലറ്റ്, സ്ത്രീകൾക്കായി പ്രത്യേക ടോയ്ലറ്റ് ഇല്ല. ജെൻഡർ ഈക്വാലിറ്റിയുടെ കാലമാണല്ലോ, ജെൻഡർ ന്യൂട്രൽ കാലമാണല്ലോ, എന്തിനാ ടോയ്ലറ്റ് ആവും അല്ലേ. അപ്പോൾ അവരുടെ മെൻസ്ട്രേഷൻ സമയത്ത് അവർക്ക് അതിനോട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സ്കൂളിലൊക്കെ തുടർന്ന് പോകാൻ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് വേണം, അത് യാഥാർത്ഥ്യമാണ് അല്ലേ. പിന്നെ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഒഴിവാക്കി പോവാണ്, അപ്പോൾ അതില്ലാത്ത പ്രശ്നം. AC നെൽസൺ NGO പറഞ്ഞ രണ്ടുപേര് സ്റ്റഡി നടത്തിയപ്പോൾ 23% സ്ത്രീകൾ എന്ത് ചെയ്യാണ്, അവിടെ ലീവ് സ്കൂൾ ത്രൂ പ്യൂബർട്ടി, ഈ ഒരു മെൻസ്ട്രേഷൻ സമയത്ത്, ആർത്തവ സമയത്ത് അവർ ഒഴിവാക്കി പോകുന്നു, സ്കൂൾ ഒഴിവാക്കി പോകുന്നു. 50 സാധാരണ കുട്ടികൾ 50ഓളം വർഷങ്ങൾ ലീവാകും ഈ ഒരു മെൻസസിൻ്റെ സമയത്ത്. സ്വാഭാവികമായിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഭൗതിക സാഹചര്യം ഇല്ലാത്തത് അവർ സ്കിപ്പാവുന്നു അല്ലെങ്കിൽ ലീവ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനൊക്കെ ലഭ്യമാക്കണം ഒക്കെ പറയുന്നത്. പിന്നെ അറ്റ് കേരള പ്രൊമോട്ടിങ് ജെൻഡർ ഈക്വാലിറ്റി അല്ലേ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി വെൽബീയിങ്, കേരളത്തിലൊക്കെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി വെൽബീയിങ്ങിനൊക്കെ അത് സഹായിക്കുന്നുണ്ട്, സമുദായത്തിൻ്റെ ക്ഷേമത്തിനൊക്കെ അത് സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. ബയാസ് ഇൻ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ജെൻഡർ ബയാസ് വരാൻ കാരണം, ആണുങ്ങളോട് പ്രത്യേക വിദ്യാഭ്യാസത്തിൽ താല്പര്യം മറ്റേ ഇല്ലാതിരിക്കാനുള്ള കാരണം, ഒന്ന് ഇൻകം ഇനീക്വാളിറ്റി, 2 ലോ ഇൻകം അല്ലേ, ഈ വരുമാനത്തിലുള്ള അസമത്വം, 2 വരുമാനക്കുറവ്, ഇത് രണ്ടും ഈ ഒരു ബയാസ്, ആണുങ്ങളോട് പ്രത്യേക താല്പര്യം ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. ജെൻഡർ ബയാസ് പ്രത്യേകിച്ച് ഹയർ ഇൻ റൂറൽ ലെവൽ അല്ലേ, ഗ്രാമീണ മേഖലയിൽ ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ലിറ്ററസിൻ്റെ വിഷയത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്, പുരോഗതി ഉണ്ട്. 2011 65%, പിന്നെ 53% അല്ലേ, 65%, 53% 65%, പുരുഷന്മാർക്ക് 65%, സ്ത്രീകൾക്ക് 53% ഉണ്ട് അല്ലേ. റൂറൽ മേഖലയിൽ ഏകദേശം 26% സ്ത്രീകൾക്ക് ലിറ്ററസി, സാക്ഷരത വർദ്ധിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ പുരോഗതി ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, പിന്നെ എലമെൻ്ററി ലെവലിൽ വളരെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ 89 ഉള്ളത് പുരുഷന്മാരത് 94% വളർന്നു, സ്ത്രീകളുടെ 78 ഉള്ളത് 81 വളർന്നു. ഓക്കെ, പിന്നെ ഹയർ ലെവലിൽ അങ്ങനെയല്ല കേട്ടോ, എലമെൻ്ററി ലെവലിൽ പുരുഷന്മാരത് 89% ഉള്ളത് 94% വർദ്ധിച്ചു. സെക്കൻഡറി ലെവൽ അല്ലെ, എലമെൻ്ററി കഴിഞ്ഞ് പിന്നെ സെക്കൻഡറി ലെവലിലേക്ക് വരുന്ന സമയത്ത് 78% പുരുഷന്മാരുടെ വിദ്യാഭ്യാസ യോഗ്യം, 70% പഠിക്കുന്നത്, അത് 81 വളർന്നു. സ്ത്രീകളാവട്ടെ 57 ഉള്ളത് 59 വളർന്നു. അങ്ങനെ കേട്ടോ, നമ്മൾ വച്ച് തെറ്റിപ്പോയതാണ്. ഓക്കെ, പിന്നെ ലേബർ പാർട്ടിസിപ്പേഷൻ, അതായത് വേൾഡ് എംപ്ലോയ്മെൻറ്റ് സോഷ്യൽ ഔട്ട്ലുക്ക് ട്രെൻഡ്സ് ഫോർ വുമൺ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ലേബർ അല്ലേ. അപ്പോൾ വേൾഡ് എംപ്ലോയ്മെൻറ്റ് സോഷ്യൽ ഔട്ട്ലുക്ക് ട്രെൻഡ് ഫോർ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, അവർ പറഞ്ഞത് പ്രകാരം സ്ത്രീകൾ ഇപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു, പഠിക്കൽ മാത്രമല്ല ലേബർ പാർട്ടിസിപ്പേഷൻ, തൊഴിൽ പങ്കാളിത്തവും സ്ത്രീകളിൽ വ്യാപകമായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ സാനിറ്റേഷൻ വർദ്ധിപ്പിക്കുക അല്ലേ, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഉദാഹരണം സ്വച്ഛ് ഭാരത് മിഷൻ, നമ്മുടെ മോഡിയേട്ടൻ്റെ സ്വച്ഛ് ഭാരത് മിഷൻ ഉണ്ട്, അതിൽ 14 ലക്ഷം സ്കൂളിൽ സ്പെഷ്യൽ ടോയ്ലറ്റുകൾ, സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ടോയ്ലറ്റുകളുണ്ട്. അതായത് ഏകദേശം 4%
അത് മുഖാന്തരം വഴി തന്നെ എന്താണ് പുരോഗതി ഉണ്ടായിട്ടുണ്ട്, അധികം ഉണ്ടായിട്ടുണ്ട്. മുമ്പുള്ള അതിനേക്കാൾ 4%, ഏകദേശം 14 ലക്ഷം സ്കൂളിൽ ഇപ്പം എന്തുണ്ട്, സ്പെഷ്യൽ ടോയ്ലറ്റുകളുണ്ട്. 25% വർദ്ധിച്ചുകൊണ്ട്, സ്ത്രീകളുടെ വിദ്യാഭ്യാസം 25% വർദ്ധിച്ചുകൊണ്ട്, വിദ്യാഭ്യാസ ടോയ്ലറ്റുകളും മറ്റൊക്കെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് 2014 ഉള്ളതിനേക്കാളും 2019 എത്തുമ്പോഴേക്കും മോഡി സർക്കാർ ഫസ്റ്റ് ഘട്ടം കഴിയുമ്പോഴേക്കും 25% വർദ്ധിച്ചിട്ടുണ്ട്. അത്രേ അറിയില്ല. ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ നല്ല പുരോഗതി ഉണ്ട്. 2017 NIT-യിലൊക്കെ 14% ആയതെങ്കിൽ 2019 അത് 17. IIT-യിൽ 2014 8% ഉള്ളത് 2019 18%. അപ്പോൾ ആ മേഖലയിലൊക്കെ പുരോഗതി ഉണ്ട്, ഹയർ മേഖലയിലൊക്കെ പുരോഗതി ഉണ്ട് എന്നർത്ഥം. ഇനി മോഡേൺ ട്രെൻഡ്സ് ഇൻ എഡ്യൂക്കേഷനിലെ മോഡേൺ ട്രെൻഡ്സുകൾ അല്ലേ. ഒന്ന് ലൈഫ് ലോങ് എഡ്യൂക്കേഷനാണ് അല്ലേ, ജീവിതത്തിലുടനീളം. അതിപ്പോൾ ഏകദേശം 22 വയസ്സ് വരെ പഠിക്കുക അങ്ങനെ ഒന്നല്ല, ഉടനീളം പഠിക്കുക എന്നുള്ള ഒരു ട്രെൻഡ് രൂപപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് ഫോർമൽ ആവട്ടെ അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ടുള്ള വിദ്യാഭ്യാസം, ഔദ്യോഗിക വിദ്യാഭ്യാസം തന്നെ വേണമെന്നില്ല, എല്ലാ വിദ്യാഭ്യാസവും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് പ്രൊഫഷൻ ലഭിക്കാതിരിക്കുക, എന്തെങ്കിലും ഓൾക്ക് ജോലി എന്തെങ്കിലും ലഭിക്കാതിരിക്കട്ടെ, അതിനപ്പുറം അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതായത് ഓൾഡർ ഏജിൽ വരെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഫെസിലിറ്റീസുകൾ, സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കിയിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ കൂടുതലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഇവർക്ക് കൂടുതൽ ഫെസിലിറ്റീസൊക്കെ ലഭ്യമാക്കേണ്ട ആവശ്യകത ഉണ്ട് അല്ലേ. ഈ ഒരു മേഖല കൂടുതൽ പുരോഗതിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. മോഡേൺ ട്രെൻഡ്സ് ഇൻ എഡ്യൂക്കേഷനിലെ രണ്ടാമത്താണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അല്ലേ, ODL. അതായത് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ, നിങ്ങളൊക്കെ ഡിസ്റ്റൻസ് ആണല്ലോ അല്ലേ, അതിലൂടെ മില്യൺ കണക്കിന് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഫെസിലിറ്റേറ്റ് വിത്ത് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി അല്ലേ. അപ്പോൾ ടെക്നോളജിയും ഇൻഫർമേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത്. ഓപ്പൺ ഡിസ്റ്റൻസ് മേഖലയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, 50% ആളുകളൊക്കെ ഇതിൽ കൂടുതലായിട്ട് ജോയിൻ ചെയ്യേണ്ട. അപ്പോൾ ഈ മേഖല ഡിസ്റ്റൻസ് മേഖല അല്ലേ, അത് നമ്മുടെ ജോലിയോ മറ്റോ തടസ്സമില്ലാത്ത രൂപത്തിൽ പഠിക്കുക എന്നുള്ള രീതിയാണല്ലോ. ഇൻ്റഗ്രേഷൻ ഓഫ് ICT അല്ലേ, ഇൻഫർമേഷൻ ടെക്നോളജിയാണ് കേട്ടോ, ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കേട്ടോ. അപ്പോൾ ടെക്നോളജി കേവലം അധ്യാപകരെ മാത്രമല്ല, ഇപ്പോൾ ടെക്നോളജി കൂടി സോഴ്സ് ഓഫ് എഡ്യൂക്കേഷനാണ് അല്ലേ. വിദ്യാഭ്യാസത്തിലുള്ള നമ്മൾക്കുള്ള ഒരു സോഴ്സാണ് അധ്യാപകർക്ക് പുറമെ ടെക്നോളജിയും. ഓക്കെ, അപ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ, ഉദാഹരണം കമ്പ്യൂട്ടർ, വെബ് ബേസ്ഡ് വെബ് ബേസ്ഡ് ടെക്നോളജി, അതൊക്കെ എഡ്യൂക്കേഷനിൽ കൂടുതൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അല്ലേ. ഉദാഹരണം ടീച്ചിങ്ങിന് വേണ്ടിയിട്ട്, ലേണിങ്ങിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, ഡാറ്റാ ബാങ്കിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ടെക്നോളജികൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ICT എന്നാൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൂടുതൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, വളരെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. യുനെസ്കോ 2003 ICT ഇൻ എഡ്യൂക്കേഷൻ പോളിസി എന്ന സംഭവം ഒരു പ്രമേയം അവർ കൊണ്ടുവന്നിരുന്നു. അതിൽ ടു പ്രൊമോട്ട് അപ്രോപ്രിയേറ്റ് പോളിസി മോഡൽസ് ആൻഡ് സ്ട്രാറ്റജീസിൽ, അതായത് യോജിച്ച പോളിസികൾ, സ്ട്രാറ്റജികൾ, പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2003 ICT ഇൻ എഡ്യൂക്കേഷൻ പോളിസി എന്നൊരു പരിപാടി അവർ യുനെസ്കോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ട സംഭവം. അതായത് സ്പെഷ്യൽ കൺസിഡറേഷൻ ആവശ്യമുള്ള, പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുണ്ടാവും. എന്തെങ്കിലും ഫിസിക്കലി ചാലഞ്ചഡായ, മാനസികമായ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ള ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയെ വിമർശിക്കുകയാണ് ഇവിടെ. എന്താ വിമർശിക്കാൻ കാരണം? സ്പെഷ്യൽ സ്കൂളുകളാണെങ്കിൽ കുട്ടികൾ ഒന്നാമത് സ്പെഷ്യൽ സ്കൂളുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ സ്പെഷ്യൽ സ്കൂൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ, ശാരീരികമായിട്ട് ഡിസാബിലിറ്റിയോ മറ്റുള്ള കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിൽ പോവുകയാണെങ്കിൽ എല്ലാവർക്കും പാകത്തിലുള്ള സ്പെഷ്യൽ സ്കൂളുകൾ ഇവിടെ അല്ല ഒന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ 50% ഉണ്ടെങ്കിൽ 50% ഇല്ലിറ്ററസി ഉണ്ടാവും.
അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികൾ മുഴുവൻ സ്പെഷ്യൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവർക്ക് പിന്നെ ആവശ്യമുള്ളത്ര ഇവിടെ ഇല്ല, സ്പെഷ്യൽ സ്കൂളുകളില്ല, സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കുട്ടികൾക്ക് ഇല്ലിറ്ററസി വരും. മാത്രമല്ല അവരെ സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാവും. നമ്മളെന്താണ് സ്പെഷ്യൽ സ്കൂൾ സ്റ്റുഡൻസിന് അല്ലേ, നമ്മളെന്താണ് നമ്മൾ പിന്നെ ഈ ബാധിച്ച ആളുകൾ, പ്രശ്നമുള്ള ആളുകൾ നമ്മൾ എന്നൊരു ചിന്ത അവർക്കുണ്ടാവും. നമ്മൾ പിന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ആളുകൾ എന്നൊക്കെ തോന്നൽ അവർക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെയും കൂടിയും മറ്റ് സാധാരണ സ്കൂളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്കൂൾ എഡ്യൂക്കേഷനാണ് വേണ്ടത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് ആവശ്യം എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അത് അംഗീകരിച്ചിട്ട് ഏകദേശം സ്കൂളുകൾക്ക് ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരൽ വളരെ ആവശ്യമാണ്. ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി അല്ലെ, സാമൂഹിക നീതിയും സാമൂഹിക പിന്നെ സമത്വമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഒന്ന്, ഗ്യാപ്പ് ഇൻ അപ്പർ പ്രൈമറി സെക്കൻഡറി സ്കൂളും പിന്നെ മറ്റും പിന്നെ സാധാരണ പ്രൈമറി കിട്ടും തമ്മിലുള്ള ഗ്യാപ്പുകൾ ഒന്നാമത്തത്. 2, ഹൈ ഡ്രോപ്പ് ഔട്ട് ആൻഡ് പുവർ അറ്റൻഡൻസ് ഫോർ റൈറ്റ്സ് അല്ലേ, അവകാശങ്ങൾക്ക് ഹൈ ഡ്രോപ്പ് ഔട്ട് ആൻഡ് പുവർ അറ്റൻഡൻസ് അല്ലേ, പിന്നെ അതായത് പിന്നെ ഭയങ്കരമായിട്ട് സ്ത്രീകൾ എന്താവുന്നു, ഡ്രോപ്പ് ഔട്ട് ആവുന്നു. പിന്നെ അതുമല്ല, ഡ്രോപ്പ് ഔട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുവർ അറ്റൻഡൻസ് ആണ്, ക്ലാസ്സിൽ വരുന്നില്ല. ഓക്കെ, പിന്നെ ഇൻ്റർസ്റ്റേറ്റ് വേരിയേഷൻ അല്ലേ, ഇൻ്റർസ്റ്റേറ്റ് വേരിയേഷൻ അല്ലേ, അതായത് പിന്നെ സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തുണ്ടാവുക, വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിൽ പറയുന്നത് ബീഹാറും രാജസ്ഥാനിലൊക്കെ പിന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഗ്രേറ്റ് സർജസ് ഭയങ്കരമായിട്ടുള്ള കുതിച്ചാട്ടുണ്ടെങ്കിൽ കൂടിയും അത് എഡ്യൂക്കേഷൻ ലെവലിൽ വളരെ പിന്നിലുള്ള പിന്നെ സംസ്ഥാനങ്ങളായതുകൊണ്ട് കേരളം പോലെ പിന്നെ തമിഴ്നാട് പോലെ പിന്നെ ഹിമാചൽ പ്രദേശ് പോലെ മുന്നോട്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ചില സംസ്ഥാനങ്ങൾ വളരെ ഉഷാറാവുക, ചിലത് മോശമാവുക, അത്ര ഇല്ലാതിരിക്കുക ഒക്കെ പറയുമ്പോൾ ഇപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വേരിയേഷൻ അത് സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. പിന്നെ സണ്ണിനെ പ്രിഫർ ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞു ആണുങ്ങളെ പ്രിഫർ ചെയ്യുന്ന പ്രശ്നം അല്ലേ, ഗേൾസിനെ പലപ്പോഴും ഗവൺമെൻറ് സ്കൂളിൽ, ബോയ്സിനെ പ്രൈവറ്റ് സ്കൂളിൽ, നല്ല ബെറ്റർ സ്കൂളിൽ, ക്വാളിറ്റിയുള്ള സ്കൂളൊക്കെ പറഞ്ഞേക്കും. ഇതൊക്കെയാണ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഹയർ എഡ്യൂക്കേഷനിൽ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഹയർ എഡ്യൂക്കേഷൻ ഓഫ് വുമൺ ത്രൂ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അല്ലെ, ODL മോഡ് പോസ്റ്റും പിന്നെ സ്കൂൾ ഡിപ്ലോമ to provide financial assistance for the construction of women hostel and in the existing polytechnics അല്ലേ, പോളിടെക്നിക്സിലൊക്കെ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഹോസ്റ്റലുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. പിന്നെന്താ, ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഹാസ് ലോഞ്ച്ഡ് എ നമ്പർ ഓഫ് സ്കീംസ് ടു എൻകറേജ് ദ എൻറോൾമെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഗേൾസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ UGC പെൺകുട്ടികളെ ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഡേ കെയർ സെൻറ്റേഴ്സ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്, സ്കൂൾ ഡിസ്റ്റൻസ് ഓഫ് എഡ്യൂക്കേഷൻ വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റി അല്ലേ. ഓക്കെ, അപ്പോൾ ഡേ കെയർ സെൻറ്റർ പിന്നെ കെയർ ചെയ്യാൻ വേണ്ടിയുള്ള സ്ത്രീകളെ കെയർ ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങനത്തെ സെൻറ്ററുകളൊക്കെ. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ് ഫോർ പെർസ്യൂയിങ് ഹയർ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ ഹയർ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പുകൾ, അപ്പോൾ സ്ത്രീകൾക്കുള്ള ചില പിന്നെ സംഭവങ്ങളാണ്, ആനുകൂല്യങ്ങളാണ്, അവർക്ക് വേണ്ട സ്കീമുകളെ കുറിച്ചാണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് വുമൻസ് ഹോസ്റ്റൽ ഫോർ കോളേജുകളിലൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ഹോസ്റ്റലുകളും. ഡെവലപ്മെൻറ്റ് ഓഫ് വുമൻ സ്റ്റഡീസ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്, യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ എന്താക്കാം, വുമൻ സ്റ്റഡീസ് കൂടുതൽ ശക്തിപ്പെടുത്താം. പിന്നെ സ്കീം ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് വുമൺ മാനേജ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഫോർ വുമൺ. അപ്പോൾക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക്, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ സ്ത്രീകൾക്കുള്ള സ്കീമുകളാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, ഗവൺമെൻറ് എഫേർട്സ് ടു പിന്നെ വുമൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെയാണ് എഫേർട്ട് ചെയ്യുന്നത്? ഒന്ന്, ബേട്ടി ബച്ചാവോ സ്കീം. ആ ബേട്ടി ബച്ചാവോയിൽ എന്താ, ടു ജനറേറ്റ് അവയർനെസ് എഫിഷ്യൻറ്റ് വെൽഫെയർ സർവീസ് അല്ലേ, സ്ത്രീകളെ കുറിച്ച് അവയർനെസ്, സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുക, പിന്നെ അതിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക അല്ലെ, വെൽഫെയർ സർവീസുകളൊക്കെ ഉൾപ്പെടുത്തുക.
പിന്നെന്താണ് ഡിക്ലൈൻ ചൈൽഡ് സെക്സ് റേഷ്യോ അല്ലേ, ചെറിയ കുട്ടികളെ സെക്സിൽ ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥ അത് ഇല്ലാതാക്കുക. പിന്നെന്താണ് പ്രൊപ്പഗേറ്റിംഗ് എഡ്യൂക്കേഷൻ സർവൈവൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾ. സ്ത്രീകൾ എന്താക്കുക, സ്ത്രീകൾ കൂടുതൽ എഡ്യൂക്കേഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അവർക്ക് സർവൈവ് ചെയ്യാനും അവർക്ക് പ്രൊട്ടക്ഷനും ഏർപ്പെടുത്തും. സ്ത്രീകൾക്ക് ഈ ആണുങ്ങളെ അല്ലെങ്കിൽ മറികടന്നു പോകാൻ കഴിയാം. അതോടൊപ്പം തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ, അതൊക്കെയാണ് ബേട്ടി ബച്ചാവോ സ്കീം. ഡിജിറ്റൽ ജെൻഡർ അറ്റ്ലസ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. എന്തായാലും മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പറയുന്നത് ഗേൾസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. നാഷണൽ സ്കീം ഓഫ് ഇൻസെൻറ്റീവ് ടു ഗേൾസ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലേ. അത് നമ്മൾ എനാബിൾ ടു റെഡ്യൂസ് ഡ്രോപ്പ് ഔട്ട്, സ്ത്രീകൾക്കിടയിൽ കൊഴിഞ്ഞുപോക്കില്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പ്രൊമോട്ട് ഗവൺമെൻറ് ഓഫ് സെക്കൻഡറി എൻവിയോൺമെൻറ്റ് ഓഫ് സെക്കൻഡറി സ്കൂൾ, സെക്കൻഡറി സ്കൂളിൻ്റെ അന്തരീക്ഷം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലാവുക. പിന്നെ സർവശിക്ഷ അഭിയാൻ, എൻഷ്യൂർ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗേൾ ഇൻ എലമെൻ്ററി അല്ലേ. അതായത് സർവശിക്ഷ അഭിയാൻ അറിയാമല്ലോ അല്ലേ, ഒരു പദ്ധതിയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അതിലെന്താ പറയുന്നത് വെച്ചാൽ എലമെൻ്ററി പ്രാഥമിക വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുക. പിന്നെ ഇൻ്റർവെൻഷൻ ഓഫ് ഗേൾസ് അല്ലേ, സ്ത്രീകളുടെ വിഷയത്തിൽ കൂടുതൽ ഇടപെടുക. അപ്പോയിൻറ്റിങ് അഡീഷണൽ വുമൺ ടീച്ചേഴ്സ്, കൂടുതൽ വുമൺ ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തുക. സെപ്പറേറ്റ് ടോയ്ലറ്റുകൾ, പിന്നെ ടീച്ചേഴ്സിനുള്ള സാറ്റിസ്ഫാക്ഷൻ പ്രോഗ്രാമുകളൊക്കെ നടത്തുക. പിന്നെ കസ്തൂർബായ് ബ്ലാക്ക് ഫോർ ബാക്ക്വേർഡായ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ബ്ലോക്കുകൾ, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. പിന്നെ രാഷ്ട്രീയ മതായങ് ശിക്ഷ അഭിയാൻ എന്നുള്ള സംഭവം എന്താണ്, എൻഹാൻസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ബൈ പ്രൊവൈഡിങ് സെക്കൻഡറി സ്കൂൾ, സെക്കൻഡറി സ്കൂളിനെ കൂടുതൽ സെറ്റപ്പാക്കിയിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭ്യമാക്കുക കുട്ടികൾക്ക്. റിമൂവ് ജെൻഡർ ബയാസ്, ജെൻഡർ പാരിറ്റി ഒക്കെ അല്ലേ, ആണുങ്ങളെ പ്രത്യേക പരിഗണന, ആ പരിപാടി ഒഴിവാക്കുക. സോഷ്യോ എക്കണോമിക് റിമൂവ് ജെൻഡർ സോഷ്യോ എക്കണോമിക് ജെൻഡർ ഡിസ്പാരിറ്റീസ് അല്ലേ. അപ്പോൾ സാമൂഹികവും പിന്നെ സാമ്പത്തികവും ജെൻഡർ അർത്ഥത്തിലുള്ള ഡിസ്പാരിറ്റീസ്, വിവേചനങ്ങളൊക്കെ ഇല്ലാതാക്കുക. അതൊക്കെയാണ് ഈ RMSൻ്റെ ലക്ഷ്യം. പിന്നെന്താ ഉഡാൻ, CBSE ഉഡാൻ എന്ന് പ്രൊവൈഡ് ഫ്രീ ഓൺലൈൻ റിസോഴ്സസ് ഓഫ് ഗേൾസ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഓഫ് 11, 12 പഠിക്കുന്ന സ്ത്രീകൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്താണ് ഓൺലൈൻ റിസോഴ്സുകളൊക്കെ ലഭ്യമാക്കുക. STEM ഇൻക്രീസ് വുമൺ പാർട്ടിസിപ്പേഷൻ അല്ലേ, എഡ്യൂക്കേഷൻ ലെവലിൽ വുമൺസ് പാർട്ടിസിപ്പേഷൻ ശക്തിപ്പെടുത്താനുള്ള മറ്റൊരു പദ്ധതിയാണ് STEM. ഓക്കെ. അതോടുകൂടി വുമൺ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വുമൺ ആൻഡ് ഹെൽത്ത് എന്ന ഭാഗം. സംശയങ്ങൾ ചോദിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.